കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിലെ ഫോളോ ഇന്ത്യയുടെ പ്രകടനത്തിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് നമ്മുടെ ഹോമിപ്പാൻ റവിയുടെ പ്രകടനവും. പിന്നെ കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും എല്ലാം വളരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന എബിൻദാസിന്റെ കാര്യം. എബിൻദാസ് എഴുത്താസിന്റെ പ്രകടനം പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എബിൻദാസ് തന്നെയാണ്. പക്ഷെ ഒരുപാട് എബിൻദാസിന്റെ പ്രകടനത്തെ കുറിച്ച് പാടിപ്പുകഴ്ത്താനോ പൊക്കി പറയാനോ ഒക്കെ പേടിയാണ്. കാരണം എബിൻദാസ് നല്ല രീതിയിൽ റേറ്റ് ചെയ്യുമ്പം നമ്മൾ മറ്റൊരു താങ്ക് യു പോസ്റ്റും കൂടി കാണേണ്ടി വരുമല്ലോ എന്നുകൂടി ഓർക്കണം. ബ്ലാസ്റ്റേഴ്സിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് സ്ഥിരതയോടെ പെർഫോം ചെയ്ത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു അസറ്റായി അവന് മാറാൻ കഴിയും എന്ന് തോന്നുന്ന സമയത്ത് അവന് മാർക്കറ്റിൽ നല്ല വില ഉണ്ടായിരിക്കും. 4 കാശ് കൂടുതൽ കിട്ടിയ സ്വന്തം തന്തയെ വരെ വെക്കുന്ന ടൈപ്പൊരു മാനേജ്മെന്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എബിൻദാസിനെ നല്ലൊരു ഇറച്ചിക്കോഴിയാക്കിയ ശേഷം വിറ്റഴിയും എന്നുള്ള പേടിയുണ്ട്. എബിൻദാസിന്റെ പ്രകടനത്തിനെ പാടിപ്പോഴ്ത്തുന്നത് തന്നെയാണ്. പക്ഷേ എബിൻദാസിന്റെ പ്രകടനത്തിന് ഒരുപാട് മാർക്കറ്റ് ഉണ്ടായി കഴിയുമ്പോൾ മറ്റൊരു താങ്ക് യു പോസ്റ്റ് കണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. എബിൻദാസിന്റെ പ്രകടനം നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്നതിനപ്പുറം ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള ചരിത്രം പ്രതീക്ഷിക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ അത് നമുക്ക് ദുഃഖം പകരും. ഇന്ത്യൻ ഫുട്ബോളിന് ആ ഒരു അസറ്റ് ആകും എന്നത് മാത്രമാണ് സന്തോഷം വരുന്നത്. എത്ര പേര് പോയിട്ടുണ്ട്. ഇനി വിപിൻ നല്ലൊരു ടാലൻ്റാണ്. അതുകൂടാതെ കോറസിംഗ് നല്ല ടാലൻ്റാണ്. ഇപ്പം എബിൻദാസ് യേശുദാസ് ഇവരൊക്കെ എപ്പോൾ എങ്ങനെ നമ്മളെ വിട്ടുപോകും എന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. കൂടുതൽ സന്തോഷിക്കുന്നതിനെക്കാട്ടി നല്ലത്.